പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ കൊണ്ടോട്ടി 17 ഉള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. നമ്മുടെ ഈ ഭാഗത്തുള്ള പല സ്ഥാപനങ്ങളുടെയും ഉള്ളിലേക്ക് വെള്ളം മുഴുവനായിട്ട് കയറി. ഇപ്പം നമ്മുടെ ഇവിടെയുള്ള ഒരു ബാറ്ററി കടയിൽ വെള്ളം കയറിയിട്ട് അവിടെയുള്ള സ്റ്റാഫ് ആ വെള്ളങ്ങളെല്ലാം തൂത്ത് വെളിയിലേക്ക് ആക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഈ കെട്ടി നിൽക്കുന്ന വെള്ളം ഒന്ന് മറ്റുള്ള മേഖലയിലേക്ക്, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അഥവാ തോട്ടിലേക്ക് ഒഴുക്കി വിടാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഈ കൊണ്ടോട്ടി 17 ഇല്ല എന്നുള്ള വളരെ വേദനകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിനോടൊപ്പം തന്നെ എനിക്ക് ഒരു സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ 17 ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 17 ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിൽ വലിയൊരു കുഴിയുണ്ട്. ആ കുഴി ഒട്ടനവധി പ്രാവശ്യം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരൊക്കെ ആ കുഴി തൂർക്കാനും വേണ്ടി ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. അത് ഒന്നും ഒരു ശാശ്വത പരിഹാരമായിട്ട് ആ കുഴി തൂർക്കാൻ, ഒന്നുകിൽ ആ കുഴി നമ്മൾ തൂർക്കുമ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ മാത്രം ആ കുഴിയുടെ ആ അവസ്ഥ ഒന്ന് പരിഹരിക്കപ്പെടുമെന്നല്ലാതെ പിന്നീട് ആ കുഴി ഒന്ന് നികത്താൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിലൂടെ ഒട്ടനവധി ഈ ഗതാഗത മേഖലയിലുള്ള ഒട്ടനവധി അധികാരികൾ ഈ റോഡിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥ കണ്ടിട്ട് പോലും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ആ കുഴിയെ വെട്ടിച്ചുകൊണ്ട് പോരാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ നിർഭാഗ്യകരം ആ ഓട്ടോറിക്ഷ ആ കുഴിയിൽ തന്നെ പൊഴി വീണു. ഇപ്പോൾ ഇതുപോലെ തന്നെ ഒരു പരിചയമില്ലാത്ത വാഹനം, ഇതാ വരുന്ന ആ കാറ്, ഒരു പരിചയമില്ലാത്ത വാഹനമാണ് നമ്മുടെ ഈ റോഡിലൂടെ വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാർ ഫുള്ളായിട്ട് ആ കുഴിയിൽ ചാടി. ഒരു വാഹനം വരുമ്പം ആ വാഹനത്തിൽ ഒരു ബൈക്കാണെന്നുണ്ടെങ്കിൽ ആ ബൈക്കിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, വളരെ പ്രയാസത്തിലാണ്. അപ്പം ഇതൊക്കെ വാഹനങ്ങളൊക്കെ കുഴിയിൽ ചാടിയ വാഹനത്തിന് പരിക്ക് സംഭവിക്കുന്നു. അതിലുള്ള യാത്രക്കാർ, ഒരു ആംബുലൻസ് വരികയാണെങ്കിൽ ആംബുലൻസിലുള്ള ഒരു രോഗി, ആ രോഗി ഒന്ന് അങ്ങോട്ട് പാസ് ചെയ്ത് പോകുമ്പോഴുള്ള പ്രയാസം, അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളായിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ആ റോഡിൽ നിങ്ങളൊന്ന് ആ കുഴിയിൽ ചാടുമ്പോൾ ഒട്ടനവധി ആക്സിഡൻറ്റുകൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ അധികാരി വർഗം കാണുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ലൈവുമായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് ഈ അവസ്ഥക്ക് പരിഹാരം കാണണമെന്നും കൂടെ ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ, ഇപ്പോൾ അതൊക്കെ 4 ചക്ര വാഹനങ്ങളാണെങ്കിൽ ഒരു പരിധിവരെ ആ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ഈ ഇരുചക്ര വാഹനങ്ങൾ വരുമ്പോൾ വാഹനത്തിന് മാത്രമല്ല അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കൂടെ വളരെ പ്രയാസം സംഭവിക്കും. ഏറ്റവും വലിയ ആ പ്രയാസം പരിഹരിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് അധികാരി വർഗം മുന്നിട്ട് വരണമെന്നും കൂടെ ഈ ഒരു അവസരത്തിൽ വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്.